ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ അങ്ങനെ സലാല ഡേ 2 പാർട്ട് 3യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ ഒപ്പം നിങ്ങളിലൊരാളായി ജസ്റ്റ് ആൻ ഓർഡിനറി ഗേൾ. ഇതിപ്പോൾ വാദി ദർബാദ് ബോട്ടിംഗ് ഏരിയ കേട്ടോ. ഇതെല്ലാം വെള്ളം ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആണ്. പിന്നെ അതുപോലെ തന്നെ ഹയാക്കിങ്ങും ഉണ്ട്. ഹയാക്കിങ്ങിന് പോകണമെങ്കിൽ ഹയാക്കിങ്ങിനും പോവാം. എന്തോ ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ അറിയോ, നമ്മൾ കാശ്മീരിൽ ഈ വീഡിയോസിലൊക്കെ കണ്ടില്ല ഇങ്ങനത്തെ ഒരു സ്ഥലം, ബോട്ടിൽ പോണേ അതുപോലത്തെ ഒരു സ്ഥലം ഏകദേശം അതുപോലൊക്കെ പറയാൻ കേട്ടോ. നോക്കി ചുറ്റും പുറം വീണ്ടും മലകൾ, കോട, പിന്നെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കണമെങ്കിൽ അവിടെ കുറച്ച് ഏരിയാസ് ഉണ്ട്. പിന്നെ ഇതും ഇപ്പം ചേട്ടായാണെങ്കിൽ അവിടെ ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഈ മരങ്ങൾ കണ്ടോ, ഈ ചേർന്ന് നിൽക്കുന്നത് നിറച്ച് ഇലകളുള്ള മരമല്ല, ഒരു തരം കുഞ്ഞു കുഞ്ഞു ഇലകളും മുള്ളുകളുള്ളൊരു മരം. പക്ഷേ ഈ മരം കാണാൻ ഭയങ്കര ഭംഗിയാണ്. അവരവിടെ ഇതെടുത്തിട്ട് വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ഞാനും വളരെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് ഇതിലൊന്ന് കയറി ആ സ്ഥലമൊക്കെ ഒന്ന് പോയി അടുത്ത് പോയി കണ്ടിട്ട് വരാൻ വേണ്ടി. അപ്പോൾ ടിക്കറ്റ് എടുത്ത് വരാൻ കുറച്ച് സമയം എടുക്കും. പിന്നെ അത് മാത്രമല്ല, ഈ പോകുന്ന ആൾക്കാരൊക്കെ പോയിട്ട് തിരിച്ച് വരണം, എന്നെങ്കിലാണല്ലോ ബോട്ട് കിട്ടുള്ളൂ. ആ ഒരു വെയിറ്റിംഗ് പീരീഡ് നമ്മുടെ അമ്മനക്കിളിനെ കുറച്ച് സന്തോഷിപ്പിക്കാൻ വേണ്ടി കുറച്ച് ഊഞ്ഞാലൊക്കെ കാടി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങളുടെ ബോട്ട് വരാറായി എന്നുള്ളൊരു അറിയിപ്പ് കിട്ടിയതിനെ തുടർന്ന് ഞങ്ങൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇടാൻ പോവാണ്, കാരണം നീന്തലറിയില്ല. അങ്ങനെ ഞങ്ങൾ ജാക്കറ്റ് എടുക്കാൻ പോവുകയാണ് ഗൈസ്. അങ്ങനെ ഒരു ലൈഫ് ജാക്കറ്റ് ഞാനും എടുത്തിട്ടു, കാരണം എനിക്ക് ഏറ്റവും പേടിയുള്ള കാര്യം വെള്ളമാണ്. അതുപോലെ തന്നെ എനിക്ക് നീന്താനും അറിയില്ല. സോ അങ്ങനെ നമ്മൾ നമ്മുടെ ബോട്ട് എത്തിരിക്കുകയാണ്. ഇതില്ലാടാ, കേറിക്കോ. ആ വീണ വെള്ളത്തിൽ ഉണ്ടാവും, അധികം ആഴൊന്നുമല്ലല്ലോ. അമ്മ ചെല്ല മോളെ കുട്ടിയെ പിടി. അങ്ങനെ കുറേ ഷോയൊക്കെ കാണിച്ച് കയറിയിരുന്ന് എല്ലാവരും കയറിയിരുന്നപ്പോഴാണ് കണ്ടത് അതിനുള്ളിൽ എവിടെയോ ഒരു ലീക്ക് ഉള്ളതുപോലെ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു ഇതിലല്ല, നിങ്ങൾക്ക് വേറെയാണ്, ഇതിലല്ല പോകേണ്ടതെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറക്കി നിർത്തി. ഈ എടുത്ത വീഡിയോ വേസ്റ്റ് ആയെന്ന് വിചാരിച്ചെങ്കിലും കുഴപ്പമില്ല, വല്ല വെള്ളത്തിലും പോയായിരുന്നെങ്കിൽ എന്തോ ചെയ്തേനല്ലേ. അങ്ങനെ വീണ്ടും ഒരു 5 മിനിറ്റ് കൂടി കാത്തു നിന്നപ്പോഴേക്കും ഞങ്ങൾക്കുള്ളത് വന്നു. പക്ഷെ നേരത്തെ ഇരുന്നതിനേക്കാളും നല്ലതാട്ടോ, നല്ല സ്പേസ് ഉണ്ടായിരുന്നു എൻ്റെ ഇടയ്ക്ക്. കൊള്ളാം, ലേറ്റായിട്ട് വന്നാലും ലേറ്റസ്റ്റായി വരുവെന്ന് പറഞ്ഞ പോലെയായിരുന്നു. അമ്മനക്കിളി അങ്ങനെ ഫ്രൂട്ട്സൊക്കെ ആയിട്ടാട്ടോ വന്നത്. കൊച്ചിന് വിശക്കുന്നുണ്ട്, വാഴ നനയുമ്പോൾ ചേരിയും നനയൂലോ. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ പോവുകയാണ് ഗൈസ്. ഇതാണ് ഞങ്ങളുടെ പ്രോ ഡ്രൈവേഴ്സ്. ഹായ് തരൂ. ഏത് പാട്ട് പാടണം? ഞങ്ങൾക്ക് ആദ്യം കിട്ടിയത് ദോണ്ട് ദേ ആ കാണുന്ന വണ്ടിയായിരുന്നു. അതെ, കാണുന്ന വണ്ടിയായിരുന്നു. പക്ഷെ അവരൊന്ന് ചോദിച്ചു, ഞങ്ങൾ എടുത്തോട്ടെന്ന് ചോദിച്ചു. പിന്നെ ഞങ്ങൾ അങ്ങോട്ടൊക്കെ കൊടുത്തു, ഞങ്ങളുടെ വലിയ മനസ്സ്. പക്ഷെ അല്ലാതെ ഞങ്ങൾ 5 പേരുള്ളത് കൊണ്ടും ഞങ്ങൾക്ക് ഭാരം കൂടുതലുള്ളത് കൊണ്ടും അല്ല, ഞങ്ങളുടെ വിശാല മനസ്സിലാണ്. അതെ അങ്ങനെ കൊടുത്താണത്. ഭയങ്കര കാടാ അതിൻ്റെ ഉള്ളിലെ. ഇത് നോക്കിക്ക്, ഒരുപാട് മരങ്ങളുണ്ട്, നല്ല ഇലയില്ലാത്ത കുഞ്ഞു കുഞ്ഞു മരങ്ങൾ, രസമുള്ള മരങ്ങൾ. ഈ കാണുന്ന ബോർഡിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പോകக்கூടാതെ. പക്ഷെ അതിൻ്റെ അപ്പുറത്തോടുള്ള സ്ഥലത്തെ പുൽത്തടി കൂടെയൊക്കെ ആൾക്കാർ നടക്കുന്നുണ്ട് കേട്ടോ. പാട്ടും വർത്താനവും ഒക്കെ ആയിട്ട് വളരെ നല്ലൊരു ട്രിപ്പായിരുന്നു കേട്ടോ. ഒരുപാട് എൻജോയ് ചെയ്തു. നല്ല സ്ഥലങ്ങളാണ് കാണാൻ തന്നെ, നിങ്ങൾക്കും കാണാൻ പറ്റുന്നില്ലേ. പിന്നെ പാട്ട് എന്താ മ്യൂട്ട് ആക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകെയുള്ള കുറച്ച് സബ്സ്ക്രൈബേഴ്സ് അതും കൂടി ഇറങ്ങിപ്പോയി എന്തോ ചെയ്യുമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ. ചേട്ടയുടെ പാട്ടിനല്ല, എൻ്റെ പാട്ടുണ്ടായിരുന്നു എൻ്റെ കൂട്ടത്തിൽ, അതുകൊണ്ടാണ് കേട്ടോ. ഇവിടെ പലതരത്തിലുള്ള ബോട്ടുകളുണ്ട്. ഇതാ പുറകെ കാണുന്നതുണ്ടോ, ഈ കാശ്മീരിലൊക്കെ കാണുന്ന കൂട്ട്. പിന്നെ അതുപോലെ ഒരു ബോൾ പോലത്തെ ഉണ്ട്, കാറിൻ്റെ ഷേപ്പിലുള്ളതുണ്ട്. ഞാൻ നേരത്തെ കയറിയത് ഒരു കാറിൻ്റെ ഒക്കെ ഒരു ഷേപ്പുള്ള പോലത്തെ ആയിരുന്നു. പിന്നെ ഇപ്പം ഞങ്ങൾ കയറിയേക്കുന്ന ബോട്ടും അത് 2 രീതിയിൽ ഓടിക്കാൻ വേണം, നമുക്ക് പെടൽ ചവിട്ടിയായിട്ട് ഓടിക്കാം കേട്ടോ. അപ്പോഴാണ് ഞാൻ കണ്ടത് ഒരു മിടുക്കൻ നല്ല അടിപൊളിയായിട്ട് ഓടിച്ചു പോകുന്നു, നല്ല ഈസി ആയിട്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ കുറച്ച് കുശുമ്പ് തോന്നി കേട്ടോ. നമ്മളെ കൊണ്ട് ഇത് പറ്റത്തില്ല എന്തായാലും. അതിന് കാരണമുണ്ട് വെള്ളത്തിനോടുള്ള അതിയായ പേടി. ഇതിപ്പോൾ ഏകദേശം ഒരു വൈകുന്നേരമൊക്കെ ആയി, നല്ല തണുപ്പുണ്ടായിരുന്നു. തണുപ്പ് പിന്നെ പറയണ്ട, എപ്പോഴും ഉണ്ട്. പക്ഷെ വൈകുന്നേരം ആയപ്പോൾ കുറച്ചും കൂടി കൂടുതൽ തണുപ്പും ഒരു ചെറിയൊരു ചാറ്റൽ മഴ പോലെയും അതുപോലെ തന്നെ മഞ്ഞൊക്കെ ആയപ്പോഴേക്കും നല്ലൊരു ഫീലായിരുന്നു കേട്ടോ. ഈ ഒരു ദിവസത്തെ എക്സ്പീരിയൻസ് കൊണ്ട് പറയാം കേട്ടോ, നമ്മൾ ഈ സ്ഥലത്ത് വന്നു കഴിയുമ്പോൾ ഒരിക്കൽ പോലും നമുക്ക് തോന്നില്ല ഈ സ്ഥലം കാണണ്ടായിരുന്നു, ചുമ്മാ ടൈം വേസ്റ്റായി എന്ന് നമുക്ക് ഒരിക്കലും തോന്നില്ല. അത്രയ്ക്കും മനോഹരമാണ് ഈ സ്ഥലങ്ങൾ കാണാൻ.